ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയെ ഇന്ന് നട്ടപ്പാതിരൊക്കെ ഒരു കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. ടൂറ് പോണ ആൾക്കാർക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം, അതേപോലെ തന്നെ പൊറോട്ടയ്ക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അപ്പോൾ ബിരിയാണിക്കും അതേപോലെ തന്നെ പൊറോട്ടയ്ക്കുള്ള ചിക്കൻ കറിക്കുള്ള ഓർഡർ ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഒരിക്കൊരു 5 മണിയാകുമ്പോഴത്തേന് ഫുഡ് റെഡിയാക്കണം എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 മണിക്ക് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ എപ്പോൾ എണീക്കണം, ഒരു 3 മണിക്കൊന്നും എണീറ്റാൽ ചിലപ്പോൾ ഒക്കെ ഒന്നും ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ രാത്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു ടെൻഷനും ഉണ്ടാവില്ല. വേഗം എഴുന്നേറ്റ് വന്ന് ബിരിയാണി ദം ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഓർക്കും ശരിയാവില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയൊരു ഓർഡറുമാണ് കേട്ടോ. ഒന്ന് ഇവിടുത്തെ അമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിന്. അപ്പോൾ ഞാനും ഉമ്മയും നാത്തൂനൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ വേഗം ബീഫൊക്കെ വാങ്ങിയിട്ട് ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് വീട്ടിലേക്ക് കൊടുത്തയച്ചു. ഇവിടെ പിന്നെ മക്കളുണ്ടായിന് കേട്ടോ, ചിഞ്ചുമോളും മഞ്ചുമോളൊക്കെ ഉണ്ട്. ഓരോന്നും കല്യാണത്തിന് പോന്നിട്ടില്ലേനി. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ബീഫൊക്കെ, അതുകൊണ്ട് ബീഫ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ ഇതൊക്കെ വൈകുന്നേരം കേട്ടോ ചെയ്ത് വെക്കണത്. സാധനങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുത്തതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ. അല്ലാന്നുണ്ടെങ്കിലേ ഇത് നട്ടപ്പാതിരാക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനത്തിന് കുറവുണ്ടെങ്കിൽ കടയ്ക്ക് പോകാനും കൂടി പറ്റൂല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചു. പിന്നെ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേനും. പിന്നെ ബീഫൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ബീഫിക്ക് ഉപ്പും കറിവേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുത്താണ്ട് അത് അടുപ്പത്ത് കൊണ്ടുവന്നിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു 6:30 സമയത്താട്ടോ. ബീഫ് അടുപ്പത്ത് വെച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തീ കത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ജോലികൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ ചിക്കനും ഞാൻ കഴുകി വെച്ചിട്ടുണ്ടേനും. ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടയ്ക്ക് ചിക്കൻ കറിയും വേണമെന്നുള്ളത്. അപ്പോൾ 50 പൊറോട്ടയ്ക്കുള്ള ചിക്കൻ കറി ആട്ടോ വേണ്ടത്. അപ്പോൾ ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ കിച്ചണിക്ക് വന്നത്. പിന്നെ നമ്മൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ, നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിക്ക് വന്നത്. അപ്പോൾ മക്കൾ സവാളയൊക്കെ തൊലി കളഞ്ഞ് തന്നിട്ടുണ്ടേനും. ഇതിപ്പോൾ ചിക്കൻ കറിക്കുള്ളതാട്ടോ സവാളയൊക്കെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കനും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ കറിക്കുള്ള സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളി ഒക്കെ കൂടെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാത്രി ആയതുകൊണ്ട് വീഡിയോ തീരെ ക്ലിയർ ഇല്ല, നെറ്റ് കുറവാണ്. അതുകൊണ്ടാണ് ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ വഴന്ന് വന്നപ്പോൾ അതിക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും. നമ്മൾ ഹോം ഷോപ്പിലത്തെ ചിക്കൻ റോസ്റ്റാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നത്, ചിക്കൻ മസാല ആയിട്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചതും, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല അതൊക്കെ കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മസാലയൊക്കെ റെഡി ആയപ്പോൾ ആ പച്ചമണക്ക് മാറി വന്നപ്പം അതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കറി കേട്ടോ, ചിക്കൻ കറി ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി. കാരണം ഞാൻ കിടക്കാൻ തന്നെ 12 മണിയാവും. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. നമ്മൾ സവാളയൊക്കെ തൊലി കളഞ്ഞ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത്. കിടക്കാൻ തന്നെ 12 മണി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്ര മണിക്കൂർ ഉറങ്ങാൻ കിട്ടുകയെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. 3 മണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്, അലാറം വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തേക്ക് വാതിൽ തുറന്നിറങ്ങാൻ ഒരു പേടിയാണ്. അപ്പോൾ നമുക്കിവിടെ അകത്ത് നിന്നിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഒരു 4 മണിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ കൈമ റൈസ് വെച്ചിട്ട് പിന്നെ നെയ്ച്ചോറാക്കി ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്, വറ്റിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചൂറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ തിളപ്പിച്ചൂറ്റിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. അന്ന് നമ്മൾ എടുക്കുന്ന അരിയല്ല ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൈമ റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. അപ്പം ഇതിങ്ങനെ വറ്റിച്ച് വെക്കുന്നതാണ് നല്ലത്. നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം വെറുതെ വെള്ളത്തിൽ കലക്കിയ അരിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും കളയും വേണ്ടല്ലോ. കൈമ റൈസ് കൊണ്ട് ഇനി ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറേക്കാരം കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ അരി ഞാനിപ്പോൾ അളന്നിട്ടാണ് കേട്ടോ പിന്നെ കഴുകാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാ വെച്ചാൽ അരി എടുക്കണതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ എടുക്കൽ.
അപ്പോൾ അരി അളന്ന ആ ഒരു പാത്രത്തിന് കണക്കാക്കി 2 ഇരട്ടി വെള്ളം കണക്കാക്കിയിട്ട് ഞാൻ ഇവിടെ കറണ്ട് അടുപ്പുമ്പോൾ തിളപ്പിക്കാൻ വെക്കും. അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അരി ഇതാ ഞാൻ കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരട്ടെ. പിന്നെ ബീഫ് നമ്മൾ രാത്രിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം ആണ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സവാള ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാത്രി 12 മണി കഴിക്കണ കടന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിനി. അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ച് ഒക്കെ പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ തക്കാളി അരിഞ്ഞെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലയും അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് റൈസൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്ക, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ട് ആണ് കേട്ടോ നമ്മൾ പുറത്തത്തെ വാതിൽ തുറക്കണത്. അപ്പോൾ ഞാൻ റിച്ചുമോനെ പോയി വിളിച്ചിട്ടുണ്ടായിനി. ഓന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ എനിക്ക് തുണക്ക്. ഓൻ രാത്രി കടന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരിക്കണം കേട്ടോ, അമ്മ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങരുത്, എന്നെ വിളിച്ചണം എന്ന് പറഞ്ഞിട്ട്. ആൺകുട്ടിയൊക്കെ അങ്ങനെയല്ലേ, അമ്മമാരോട് പ്രത്യേക ഒരു സ്നേഹമാണ്. പെൺകുട്ടിയൊക്കെ അതില്ല എന്നല്ല കേട്ടോ, ഓലൊന്നും ഈ നേരത്തെ ഒന്നും വിളിച്ചാൽ ചിലപ്പോൾ എണീക്കൂല. അപ്പോൾ ഞാൻ വിളിക്കാനും പോയിട്ടില്ല. റിച്ചുമോൻ ഒറ്റ വിളി വിളിച്ചാൽ മതി, അപ്പോഴത്തേനും ഓൻ എണീക്കും. അങ്ങനെ ഓനുണ്ട് എനിക്ക് കൂട്ടിന് ഇവിടെ വന്നിരിക്കണ്. അപ്പോൾ ഞാൻ വേഗം അടുപ്പ് കത്തിച്ച് നമ്മളെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പിൻ്റെ മേലെ വെണ്ണീർ തേച്ച് കൊടുത്തൂടെ എന്ന് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കുന്നോട്. ഞാൻ ഇവിടെ കുറച്ച് ഇങ്ങനെ ഈ കാറിയ എണ്ണ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ എണ്ണയാണ് ഞാൻ ചെമ്പുമ്മലൊക്കെ തേച്ച് കൊടുക്കൽ. നമുക്കത് കുക്കിങ്ങിനും ഉപയോഗിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ കുട്ടികളെ തലയിലും തേച്ച് കൊടുക്കാൻ പറ്റില്ല. സ്മെല്ല് ഒരു ജാതി സ്മെല്ലാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതായാലും നമ്മളെ ഹോം ഷോപ്പിൽ ഈ കേശിക എണ്ണ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് അതാണ് കേട്ടോ തേച്ച് കൊടുക്കൽ. അപ്പോൾ ആ ഒരു എണ്ണ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതാണ് ചെമ്പിൻ്റെ മേലെ കൂടെ തേച്ച് കൊടുക്കൽ. അങ്ങനെയാകുമ്പോൾ നമുക്കിത് തേച്ച് കഴുകാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ആ കരിയൊന്നും ശരിക്കും പോയി കിട്ടൂല. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതാ ചെമ്പൊക്കെ ചൂടായി. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു, സവാള ഇട്ട് കൊടുത്തു. പിന്നെ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. സവാളയ്ക്ക് ഒന്നുകൊണ്ട് വഴന്ന് വന്നതിന് ശേഷം കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കല്ലുപ്പായതുകൊണ്ടേ ബീഫ് തന്നെ നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ തക്കാളി അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ വലിയ ചെമ്പിലാവുമ്പോഴേ പെട്ടെന്ന് വഴന്ന് കിട്ടുമൊക്കെ, കട്ടിയുള്ള ചെമ്പായതുകൊണ്ട്. നേരെ മറിച്ച് ഞാൻ ഗ്യാസുമ്മൽ ഇത് പിന്നെ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടൂല, കുറച്ച് അധികം ഉള്ളതല്ലേ. അപ്പോൾ ഒക്കെ വഴന്ന് വന്നപ്പോൾ അതിക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ. അതൊക്കെ ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടേനി. കുരുമുളക് പൊടി, അതേപോലെ തന്നെ ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ടേനി ബീഫ് ബിരിയാണി ആയതുകൊണ്ട്. പിന്നെ മുളക് പൊടി ഞാൻ സാധാരണ ചേർക്കലില്ല. അപ്പോൾ ഞാൻ ഈ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിൽ ഇടുമ്പോഴേ ചില കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിനി കുറച്ച് മുളക് പൊടി ചേർക്കുക ബീഫ് ആവുമ്പോൾ, അല്ലെങ്കിൽ ചിക്കൻ കറിൻ്റെ ടേസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിനി കേട്ടോ ഈ ബീഫ് മസാല ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ബീഫ് മസാല ചേർത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. അതേപോലെ വലിയ ജീരകം പൊടിച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ തൈരൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫേക്ക് ചേർത്ത് നല്ലോണം അങ്ങനെ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതാ അതിനുള്ള ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെമ്പിൻ്റെ മേലെ ഞാൻ എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേച്ച് കഴുകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള അങ്ങനെ ഒന്ന് കളർ മാറി വരുന്ന ആ ഒരു സമയത്താട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് 1/2 kg നെയ്യ് ചേർത്തിട്ടില്ല. ഇനി ഒരു സൺഫ്ലവർ ഓയിലല്ലേ നേരത്തെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ചെമ്പ് നല്ലോണം ചൂടായതുകൊണ്ട് പിന്നെ നെയ്യിൻ്റെ പാത്രം എടുക്കാൻ പോവാൻ ടൈം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു. അങ്ങനെ ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ ചെമ്പിൻ്റെ പോലെയല്ല, ഈ ചെമ്പ് കട്ടി കുറഞ്ഞ ചെമ്പാട്ടോ, പെട്ടെന്ന് കരിയും സവാളയൊക്കെ. അപ്പോൾ ഞാൻ വേഗം അത് കളർ മാറി വന്നപ്പോൾ തന്നെ അടുപ്പത്തു നിന്ന് ആ ഒരു ചെമ്പിന് വാങ്ങിയിട്ട് അതൊക്കെ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടോ ഫ്രൈ ചെയ്തതൊക്കെ. എന്നിട്ട് വീണ്ടും ആ ഒരു ചെമ്പന്നെ അടുപ്പത്ത് വെച്ച് അപ്പോൾ അതിൽ സൺഫ്ലവർ ഓയിലും നെയ്യൊക്കെ ഉണ്ടല്ലോ, ആ നെയ്യിലിട്ടിട്ട് നമ്മൾ അരി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ അരി ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താലേ അരി വേവേറില്ല, നമ്മളെ റൈസ് നല്ല പാകത്തെ വേവിനായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അരി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം തിളച്ച വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ അരി അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പാത്രത്തിന് 2 ഇരട്ടി വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്നുണ്ട് കേട്ടോ, എത്ര സമയമില്ലെങ്കിലും
അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കണം, എന്നാൽ പിന്നെ അധികം സമയം വേണ്ട. പിന്നെ നല്ല കത്തണ വിറകാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയില്ല കേട്ടോ, നമുക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ അരിഞ്ഞത് കുറച്ച് ഈ വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ കടന്നിട്ട് വന്നോളൂ. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മസാല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ, അതിൽ ഉപ്പും എരിവും ഒക്കെ പാകാണോ എന്നൊക്കെ ഉള്ളത്, എരിവും പുളിയൊക്കെ അപ്പോൾ ഒക്കെ ചെക്ക് ചെയ്തൊക്കെ നോക്കി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിന് ഒരു 2 ഗ്ലാസ് കേട്ടോ. പിന്നെ അതാ നമ്മളെ റൈസും വന്നിട്ടുണ്ടേന്, അപ്പോൾ അത് ദം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കൂടെ നമുക്ക് വീഡിയോയിൽ കാണിക്കാനും പറ്റിയില്ല കേട്ടോ ശരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെ, ഇത് കുക്ക് ചെയ്യുന്നതും ഞാൻ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഫുഡ് കറക്റ്റ് സമയത്തിനാവണം, അവർ പറഞ്ഞ സമയത്തിന് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ കാത്ത് അവർ നിൽക്കരുത്, ആ ഒരു ചിന്തയാണ് മുന്നിലുണ്ടാവുക. അപ്പോൾ ക്യാമറ ഓൺ ആക്കിക്കണോ അല്ലേന്നൊന്നും അപ്പോൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ എന്തായാലും നമ്മൾ ബിരിയാണിയൊക്കെ ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കട്ടെ ഇനി. അപ്പോൾ ഈ ചെമ്പിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് മൈദപ്പശ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടപ്പ് വെച്ച് നല്ലോണം ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവിയൊന്നും പുറത്തേക്ക് പോകുമൊന്നുമില്ല, നല്ലോണം ദമ്മ് കയറുകയും ചെയ്തോളും. പിന്നെ വേഗം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് ഒന്നാണ് പാളിപ്പിച്ചൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അങ്ങനെ കനൽമേൽ അങ്ങനെ കടന്നോളും. അപ്പോൾ നമുക്കൊരു വെയിറ്റും വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് അങ്ങനെ ദമ്മൊക്കെ കയറട്ടെ. പിന്നെ വന്നിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഇതിക്കുള്ള തൈരൊക്കെ വേണമല്ലോ, സാലഡൊക്കെ വേണമല്ലോ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ബിരിയാണീൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. ഇതിപ്പോൾ 4 കിലോ ബീഫും 3 കിലോ റൈസും ആണ് കേട്ടോ. എപ്പോഴും അങ്ങനെ ആവണം. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും 1 കിലോനൊക്കെ അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല അത്യാവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ മസാല കുറവേക്കാരം. പിന്നെ അച്ചാറും കൊടുക്കും നമ്മളിതിൻ്റെ കൂടെ. അപ്പോൾ അച്ചാർ നമ്മൾ ഹോം മെയ്ഡ് അച്ചാറാണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, നമ്മൾ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റാണ്, ഒരു കുടുംബശ്രീ ഉൽപ്പന്നമാണ്. സുർക്കൊന്നും അധികം ചേർത്ത് ഉണ്ടാക്കണ അച്ചാറല്ല കേട്ടോ. സാധാരണ അതിൻ്റെ കൂടെ മധുരമുള്ള അച്ചാറാണ് കൊടുക്കൽ. പിന്നെ ഈ പൈനാപ്പിൾ, മാങ്ങ അങ്ങനെയുള്ള അച്ചാറുകളാട്ടോ കൊടുക്കൽ. അതേപോലെ ഒരു ജിന്നിനാഗിടിയൊക്കെ അച്ചാറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കൊടുക്കൽ. അപ്പോൾ ഇന്ന് ഷോപ്പിൽ പോകാനൊന്നും പിന്നെ സമയം കിട്ടിയില്ല, അപ്പോൾ ഇവിടെ ഉള്ള അച്ചാർ ഞാനെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് ഒരു 20 ആൾക്കൊക്കെ ഉഷാറായിട്ട് കഴിക്കാം കേട്ടോ. എന്നാലും കുറച്ച് ബാക്കി കഴിക്കാരം. പിന്നെ നമ്മളിതിൻ്റെ കൂടെ പ്ലേറ്റും ഗ്ലാസും ഒക്കെ കൊടുക്കും, അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ 5 മണിയായപ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കറി രാത്രി ഉണ്ടാക്കി വെച്ചതാണ്, എന്നാലും നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതും ഞാൻ ഇതിൻ്റെ ഇടയിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ രാവിലെ കഴിക്കാനുള്ളതല്ലേ, പൊറോട്ടയ്ക്ക് കഴിക്കാനുള്ളതാട്ടോ. അപ്പോൾ അതും നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കൊടുക്കാനുള്ള പാത്രത്തേക്കൊക്കെ ആക്കി കൊടുത്തു. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി അങ്ങനെ ചൂടാറുമില്ല. അങ്ങനെ അതും റെഡിയാക്കി വെച്ചു. പിന്നെ പോയിട്ട് സുബഹൊക്കെ നിസ്കരിച്ച്, അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അവർ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ഒരു ഫുഡൊക്കെ കൊണ്ടുപോയി. പിന്നെ ക്ലീനിങ് ഒക്കെ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കരിയുള്ള 2 ചെമ്പുണ്ട് കഴുകാൻ. പിന്നെ പോയിട്ട് അതൊക്കെ കഴുകി. പിന്നെ ഭയങ്കര വിശപ്പൊക്കെ തോന്നിയിട്ട് അപ്പോൾ വേഗം ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി ക്രീം ബണ്ണൊക്കെ ഉണ്ടായിന്, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഓർക്കും ഞാൻ കുക്കറിൽ കുറച്ച് ബിരിയാണി ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.